10 ജില്ലകൾ കഴിയുമ്പോഴേക്കും ഭരണം തിരിയുന്നില്ല, നേരെ തന്നെ പോകും. വളരെ നേരെ പോകുന്നു മാത്രമല്ല, വർദ്ധിത വീര്യത്തോടെ. യഥാർത്ഥത്തിൽ ഈ ജനസദസ്സിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുകയാണ്. ജനസദസ്സിന്റെ ലക്ഷ്യം നേരത്തെ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ ഈ കേരളം നവകേരളത്തിലേക്കുള്ള പോക്കിൽ കേരളത്തെ എതിർക്കപ്പെടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ വിഷയങ്ങളെ എതിരിടാൻ കേരളം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, വളരെ ബോധപൂർവമായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളെ തടുക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്കിനെ എല്ലാ വിധത്തിലും കേന്ദ്രം തകർക്കുകയാണ്. ഇവിടെ എല്ലാ ഏജൻസികളും ആറാട്ട് നടത്തി 7.5 കൊല്ലമായി. CBI, ED, എൻഫോഴ്സ്മെന്റ് ഒന്നും ചെയ്യാനാകുന്നില്ല. അതിനേക്കാൾ ഭീകരമായി പിൻവാങ്ങി. എല്ലാതും ആരംഭിച്ചെടുത്തൊക്കെ ED പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 7.5 വർഷക്കാലം തകർത്ത് ശ്രമിച്ചു. കേരളത്തിന് തന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനവും ഇനി ജില്ലകളിൽ വേണമെങ്കിൽ ഒരു മാധ്യമം ഇത് തന്നെ 1-ാം പേജിൽ കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ ഓൺലൈനിൽ പറഞ്ഞത് കേസ് തീർപ്പാക്കിയെന്ന. ആ കേസ് തീർപ്പാക്കി. അതുവരെ ഐസക്കിന്റെ കുരുക്ക്, ഐസക്ക് കുടുങ്ങുമോ അടുത്ത അടി എന്നൊക്കെ പറഞ്ഞ് വലിയ കാടിറക്കിയിരുന്നവര് ചെറിയതാണ് കേസ്. ഈ മസാല ബോണ്ടിലെ EDയുടെ തിരിച്ചടി എങ്ങനെയാ പൊതുവെ സർക്കാർ വിലയിരുത്തിയിരുന്നത്? അല്ല, EDക്ക് ഇതിനകത്ത് എല്ലാ കേസിലും അത് തന്നെയല്ലേ. ഇതിനൊന്നും ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മുടെ മാധ്യമങ്ങൾ യഥാർത്ഥം ചെയ്യേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട എഡിറ്റേഴ്സ് ഒരു ദിവസം ഇരുന്നിട്ട് കഴിഞ്ഞൊരു 4-5 വർഷം അവർ കൊടുത്ത സ്റ്റോറികൾ, അതിന്റെ സ്വാഭാവിക മരണം എങ്ങനെ സംഭവിച്ചു, മാധ്യമങ്ങൾ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു, ഫാക്ട് അവരുടെ ന്യൂസ് പറയില്ല, ഫാക്റ്റ് ആണല്ലോ പ്രധാനം. കമന്റ് ഫ്രീ ആയിരിക്കാം, പക്ഷെ മറ്റു ഫെയർ ആയിരിക്കുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്വന്തം ഒരു ഫാക്ട് ചെക്കിംഗ് മലയാള മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞാൽ തന്നെ കേരളത്തിന്റെ ജനാധിപത്യത്തിന് അത് നല്ലൊരു സംഭവം. ഒരു കാര്യം കൂടി, ഇന്നലെ കാര്യത്തിൽ ഒരു തുടർച്ച, ഈ പറയപ്പെടുന്ന എല്ലാ ഏജൻസികളും പരാജയപ്പെട്ടെടുത്താണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരുന്ന വിഹിതമില്ലാതാക്കിയും ഗവർണർ എന്ന ഭരണഘടനാ പദവിയെ ദുരുപയോഗപ്പെടുത്തിയും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പല വിധത്തിൽ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആ ആക്രമണത്തിനെതിരായി കേരളം ആർജിച്ചെടുക്കേണ്ട ഒരു കരുത്തിന്റെ കൂടിയാത്രയായിരുന്നു ഈ യാത്ര. ആ അർത്ഥത്തിൽ അത് ഫലം കണ്ടു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് രാഷ്ട്രീയ ബോധ്യം വന്നു ജനങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ചേട്ടൻ ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട്, വൈറലായിട്ടുണ്ട്. നിങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ജനാവലി കണ്ടില്ലേ? ഈ മണ്ഡലങ്ങളിലൊന്നും ഇതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞങ്ങൾ പോയ എല്ലാ മണ്ഡലങ്ങളും തന്നെ ഇത്രയും പ്രചണ്ഡ പ്രചാരവേല പ്രതിപക്ഷം നടത്തുന്നു, മാധ്യമങ്ങൾ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, PR ഏജൻസി നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം അവഗണിച്ച് കളയുകയും കുറെ കൂടി അശ്ലീല സദസ്സാണെന്ന് പോലും ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ വരാതിരിക്കാൻ ഇതൊരു അശ്ലീല സദസ്സാണെന്ന് പോലും പ്രതികരിച്ചിട്ടും ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നപ്പോ അരൂരും ചേർത്തലയും കണ്ട ജനക്കൂട്ടം അരൂരിന്റെയും ചേർത്തലയുടെയും ചരിത്രത്തിൽ ഒരു മുന്നേറ്റത്തിനും ഉണ്ടാക്കാൻ കഴിയാത്ത ജനക്കൂട്ടമാണ്. ഒരു കാര്യം കൂടി, മിനിസ്റ്റർ P. രാജു, ഇന്നലെ മാത്യു കുഴൽനാടൻ വൈകുന്നേരം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി, അത് എനിക്കൊന്നും മിനിസ്റ്റർ കൂടി അതിന് മറുപടി പറയേണ്ടതാണ്, CMRLന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ദുരന്ത നിവാരണത്തിന്റെ പേരിൽ CMRLന് ആനുകൂല്യങ്ങൾ നൽകിയതിന്റെ വഴിവിട്ട നീക്കത്തിന്റെ ഫലമായിട്ടാണ് പിണറായി വിജയനാണ് 90 കോടിയിൽ സിംഹഭാഗവും വാങ്ങിയിരിക്കുന്നത് എന്നൊരു ആരോപണമാണ് നടത്തിയത് മാത്യു കുഴൽനാടനൊന്നും മറുപടി അർഹിക്കുന്ന ഒരാളല്ല. ഒറ്റ വാചകത്തിൽ തീർക്കാം. പക്ഷേ ദുരന്ത നിവാരണ വകുപ്പിനെ കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും അദ്ദേഹം ആരോപിക്കുന്ന ആരോപണങ്ങൾ അന്ന് വൈകുന്നേരം എത്തുന്നില്ല മരണത്തിന്. അതുകൊണ്ട് രാജീവ് പറഞ്ഞതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള വാദമുഖങ്ങൾക്ക് മുഖം കൊടുക്കാനല്ല ഞങ്ങൾക്ക് താല്പര്യം. കേരളത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളിലും നവകേരളത്തിന്റെ സൃഷ്ടിയിലുമാണ്. അത് ദുരന്ത നിവാരണത്തിന്റെ പേരിൽ CMRLന് ഒരു വഴിവിട്ട ആനുകൂല്യവും കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ്. അതിൽ ഇത്തരം ആളുകൾ നടത്തുന്ന വഴിവിട്ട ജൽപ്പനങ്ങളെ കുറിച്ച് ഒരു പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരി. GST അടച്ചോ വലിയ ചോദ്യമായിരുന്നല്ലോ. അവസാനം അയാൾ മാപ്പ് പറഞ്ഞോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതുള്ള ആളല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ അറിയാതെ വന്ന് ബിസിനസ്സുകാർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അത്. വളരെ രൂക്ഷമായ ഒരു പ്രതികരണമാണ്. ബിസിനസ്സുകാർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് മാത്യു കുഴൽനാടൻ
ഒരു ദേശീയ തലത്തിലൊരു പൊളിറ്റിക്കൽ ചോദ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാത നടത്തം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിലെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ദേശീയ തലത്തിലൊക്കെ പ്രതിപക്ഷ MP-മാർക്കെതിരെ സസ്പെൻഷനുണ്ട്, പാർലമെൻറ്റിൽ ഗുരുതര വീഴ്ചയുണ്ട്. പി രാജീവ് മിനിസ്റ്റർ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സമയത്തടക്കം അറിയാമല്ലോ ആ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതേസമയം തന്നെ പ്രതാപ് സിൻഹ അടക്കമുള്ളവർ ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധിച്ച MP-മാർക്കാണ് സസ്പെൻഷൻ. അത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. സാധാരണഗതിയിൽ ഇന്നലെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമ്മളിപ്പോ റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, പാർലമെന്റ് ആക്രമിക്കപ്പെട്ട ദിവസം, ആ ദിവസം എല്ലാം തന്നെ വളരെ ശക്തമായ സെക്യൂരിറ്റിയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് കർശനമായ നിയന്ത്രണങ്ങൾ എപ്പോഴും പാർലമെന്റ് സന്ദർശിക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. ഇത് ഇതുപോലുള്ള സംവിധാനങ്ങളുമായിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണേണ്ടത്. അത്ര എളുപ്പമുള്ളതല്ല. അപ്പൊ അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതോ മറ്റു വല്ലതുമാണ്? അതിപ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയാൻ കഴിയൂ. ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വീഴ്ചയെ സംബന്ധിച്ച വിശദീകരണം ഒരു പരാമർശമെങ്കിലും നടത്തിയതൊരു സ്വകാര്യ ചാനലിന്റെ ചടങ്ങിൽ വെച്ചാണ്. അതെ അതെ അതെ, പാർലമെന്റിൽ പറയുന്നില്ല. നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം പാർലമെന്റിന് അവർ അങ്ങനെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഗൗരവമായൊരു ചർച്ച തന്നെ നടത്തേണ്ടതാണ്. നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നുണ്ടായിരിക്കുന്നു. അത് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അപലപിക്കേണ്ടതാണ്. അതിലേക്ക് എത്തിയത് എന്താണ് എന്ന് കൂട്ടായി ചർച്ച ചെയ്യേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് പൊതുവെ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ MP-മാരുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് തന്നെയല്ലേ നിങ്ങളുടെയും ആവശ്യം? തീർച്ചയായിട്ടും. അതിനകത്തിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണല്ലോ പ്രധാനം. അതിനകത്ത് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് വഴിതിരിച്ചു വിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ MLA-മാരുടെ ബഹളം, സസ്പെൻഷൻ അതിലേക്കല്ല. നമ്മൾ ഇത് വളരെ ഗൗരവം ഇപ്പോൾ നേരത്തെ സംഭവിച്ചു. അതും BJP ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരം അതുണ്ടായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുമ്പോൾ ഒരു അലസതയുടെ ഭാഗമായിട്ടാണോ, ജാഗ്രത കുറവുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു ആലപ്പുഴയിൽ. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു.